ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഇന്ന് തൊണ്ടിടപ്പായണ്ട ഇടാഞ്ഞത് എടുത്തപ്പം പറ്റുന്നില്ല. സൗണ്ട് ഒന്നും ഓരോ അക്ഷരത്തിൻ്റെ ഒരു വാക്കിൻ്റെ ഒരക്ഷരമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് പോവുക. അതുകൊണ്ട് ഒക്കുന്നത് പോലെ ഇനി വായിച്ചിടാമെന്ന് കരുതി. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും ഭക്തി വർദ്ധിക്കാൻ ഈശ്വരനെ ആരാധിക്കുക. നമ്മൾ ഇന്നലെ വായിച്ചത് ജനക മഹാരാജാവ് സീതാദേവിയെ ശ്രീരാമനോടൊപ്പം യാത്ര അയച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചിട്ടാണ് വിട്ടേക്കുന്നത്. ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക പേരീതൂര്യ ഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗാകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താമസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും ഒരുപാട് പേര് വിവാഹമല്ലേ, ഒരുപാട് പേര് വരത്തില്ലേ, മന്ത്രിമാരും ഉപമന്ത്രിമാരും ഭൃത്യാമാത്യന്മാർ, അതാണ് മന്ത്രിമാരെല്ലാവരും. വേഗമോട് അയോധ്യയ്ക്ക് അമാർ തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ. ഭഗവാന്റെ വിവാഹം അല്ലയോ, പരമാത്മാവിൻ്റെ അരൂപിയായ ഈശ്വരൻ രൂപമെടുത്തു. ശ്രീരാമനായിട്ടും കൃഷ്ണനായിട്ടൊക്കെ രൂപം എടുക്കുന്നു. അപ്പോൾ അവർ ഭൂമിയിൽ വരുമ്പോൾ ഇതൊക്കെ വേണ്ടേ, ആവശ്യമല്ലേ? അങ്ങനെ ആകാശത്തിൽ വിമാനങ്ങളൊക്കെ വന്ന് നിറഞ്ഞു. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്ര അയച്ചോരനന്തരം. അങ്ങനെ പിതാവായ ജനകനും പുറകെ ചെന്ന് യാത്ര അയച്ചു. വെൺകൊറ്റക്കുട തഴവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടി കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും കുങ്കുമ മലേജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. നല്ല ഘോഷത്തോട് അത്രമാത്രം വാദ്യഘോഷങ്ങളോട് ഒരു 3 യോജന മാത്രം അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് ഒരു ദുർനിമിത്തം കണ്ടു. എന്നുവെച്ചാൽ ശകുനപ്പിഴ പോലെ ഒരു പുതുതായിട്ടൊരു യാത്ര, വിവാഹം കഴിഞ്ഞ് പോകുന്ന അത്രമാത്രം ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് താമസം വിവാഹം കഴിച്ചുകൊണ്ട് പോകുമല്ലേ, മംഗളകാര്യമല്ലയോ. അപ്പോൾ ഒരു ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ അത് അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ആചാര്യനെ. വസിഷ്ഠനാരാ? ബ്രഹ്മാവിൻ്റെ മകനായ വസിഷ്ഠ ഗുരു ആചാര്യൻ വന്ദിച്ചു. ദശരഥൻ ചോദിക്കുക, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ പറയുന്നു, രാജാവേ. വസിഷ്ഠർ ഇങ്ങോട്ട് പറയുന്നു, അങ്ങോട്ട് ചോദിച്ചു, ഇതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരൂ, ഈ ദുർനിമിത്തം വന്നതിനെന്താ, ഇതിനെന്താ വഴി? രാജാവേ, മന്നവാ, കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ, അല്പം ഒരു ഭയം ഉണ്ടാകും. എന്നാലോ പിന്നീട് അത് ഇച്ചിരി അല്പസമയത്തേക്കേ ഉള്ളു, ഒരല്പ ഭയം ഉണ്ടാകും. അത് കഴിയുമ്പോൾ പിന്നീട് ആ ഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഭയം പോകും, ഒരു വിഷമം വരത്തില്ല. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. അതുകൊണ്ടൊന്നും ഭയക്കണ്ട, നല്ലത് തന്നെയേ വരത്തുള്ളൂ. അല്പസമയത്തേക്ക് ഒരു ഭയം ഉണ്ടാകും. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ നന്മയും തിന്മയും ഒക്കെ ഇടകലർന്നുണ്ട്. പക്ഷേ തിന്മ കൊള്ളത്തില്ല, നന്മ ചില തിന്മകളും നല്ലതായിട്ട് വരും. ചില ശത്രുക്കൾ നമ്മുടെ അധികമായി ചിലപ്പം ദേഷ്യത്തിരിക്കും, അല്ലെങ്കിൽ ശണ്ട ഇട്ടുന്നിരിക്കും. പക്ഷേ ചിലപ്പോൾ നന്മയ്ക്കായിരിക്കും. നമുക്ക് ഭയങ്കര നന്മയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മളൊന്ന് ക്ഷമിക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ആനന്ദത്തിൽ മുഴുകാനുള്ളൊരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തരും. ചില നിമിത്തങ്ങളതൊക്കെ. അതിൻ്റെ ഉദാഹരണമാണ് പരീക്ഷിത മഹാരാജാവിന് സർപ്പം ദംശം ഏൽക്കണമെന്നത്. എന്തായി മാറി? എന്തായാലും മരണം ഒരു മനുഷ്യൻ ജനിച്ച ഇന്ന സമയത്തൊന്നുണ്ട്, ആ സമയത്തിന് മരിച്ചേ പറ്റൂ.
അപ്പം അത് എത്ര വഴിയിലാണ് പോയത് 7 ദിവസം കൊണ്ട്? ഈശ്വരൻ കടയിലേക്ക് എത്തിയില്ലേ? അതുപോലെ ഇവിടെയും ചില നന്മയ്ക്കാണ് ചില നിമിത്തങ്ങൾ വരുന്നത്. അത് ചിലർ ധരിക്കും ഇത് വല്ലാത്തൊരു ദോഷമായിരിക്കുമെന്ന്. പക്ഷെ അത് ഇവിടെ മുനി പറഞ്ഞു കൊടുത്ത് വസിഷ്ഠാചാര്യർ പറഞ്ഞു അല്പ വിഷമമുണ്ട്, ഭയമുണ്ട്. അത് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല, നന്നായി വരും. ഭയമൊക്കെ പോകട്ടെ. എന്ത് വരും? ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. അപ്പോൾ ഒരു വിഷമം വേണ്ട, നമുക്ക് കീർത്തി വർദ്ധിക്കത്തേ ഉള്ളു. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം, വിധിസുതൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മകൻ വസിഷ്ഠാചാര്യർ. അതാണ് വിധി വിധാതാവ്. ആരാ? ബ്രഹ്മാവ്. സുതൻ ആരാ? മകൻ. അപ്പം വിധിയുടെ മകൻ ആരാ? ഇവിടെ വസിഷ്ഠാചാര്യർ. അതുകൊണ്ട് ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു. ഭാർഗവനെയും പരശുരാമനെ കണ്ടപ്പോഴത്തേക്ക് വഴിമധ്യേ, പദ്ധതി വഴി. എന്തായാലും ഒരു പദ്ധതി നമ്മൾ പറയത്തില്ലയോ, അത് വഴിമധ്യേ. മധ്യം അങ്ങും എത്തിയില്ല, ഇവിടുന്ന് അങ്ങും ചെന്നില്ല, നടുക്ക് വെച്ച് വഴിമധ്യേ എന്നുവെച്ചാൽ നടുക്ക് വരെ ആയി. അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നടന്നു, ഇനിയും ഒത്തിരി നടക്കാണ്ടാകുമ്പം ആ എവിടം വരെ പോകണം ഇടയ്ക്ക് വെച്ചൊരു സ്ഥലത്താണ് മധ്യ എന്ന് പറയുന്നത്. നേരെ മധ്യം എന്നല്ല എൻ്റെ അർത്ഥം. ചിലപ്പം കുറച്ചങ്ങോട്ട് പോകും, ഒരുപാട് അങ്ങ് എത്തേണ്ടിയിരിക്കും. എന്നാൽ ഇടയ്ക്ക് വെച്ചൊരു വരുന്നൊരു കാര്യങ്ങളാണ് വഴിമധ്യ എന്ന് പറയുന്നത്. വഴിക്ക് വച്ച്, അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. നടന്നു പോകുന്ന വഴിക്ക് വച്ച് എന്താ വന്നേ? പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെ, പരശുരാമനെ കണ്ടു. നീല നേരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാടവ അനലസമൻ. അതായത് നീലവർണ്ണത്തോട് കാർമേഘ നിറം പോലത്തെ വർണ്ണം പരശുരാമന്. പിന്നെയോ നീലലോഹിത ശിഷ്യനാണ്, ഭഗവാൻ പരമശിവന്റെ ശിഷ്യനാണ്, പ്രിയപ്പെട്ടവനാണ്. അന്ന് ബാടവ അനലസമൻ, സമുദ്രത്തിലെ അഗ്നിക്ക് തുല്യൻ. സമുദ്രത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. സമുദ്രം വെള്ളം, അഗ്നി തീയുമാണ്. തീ അണയ്ക്കാൻ വെള്ളം പോരെ? അപ്പോൾ അവിടെ പോലും, വെള്ളത്തിൽ പോലും അഗ്നി ജ്വലിക്കും. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹം ഈ പറഞ്ഞ ആൾ ആരാ? പരശുരാമൻ്റെ കാര്യമായി പറയുന്നത്. അങ്ങയുടെ തീ അണയ്ക്കാൻ വെള്ളത്തിന് പോലും, സമുദ്രത്തിന് പോലും പറ്റത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. എന്തെല്ലാം വേദം ഓതി ധ്യാനിച്ചാലും എത്രമാത്രം അമൃതപോലെ വെള്ളം കോരി ഒഴിച്ചാലും അദ്ദേഹത്തിൻ്റെ അഗ്നി ശമിക്കത്തില്ല. അത്രയ്ക്ക് കാഠിന്യമാണ് പരശുരാമൻ. ആ ഹൃദയം അത്ര ക്രോധമാണ്, അത്ര ദേഷ്യക്കാരനാണ്, എല്ലാം കൊണ്ടൊരു ഭീകരനാണ് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്തെങ്കിലും ഒരു ശത്രുത അവിടെ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ്, ക്ഷമ ഇല്ലാത്തതുപോലെ. അപ്പോൾ അഗ്നിക്ക് സമുദ്രത്തിന് തുല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്. സമുദ്രത്തിൽ തുല്യ സമുദ്രം കൊണ്ടൊന്നും അഗ്നി അണയ്ക്കാൻ പറ്റത്തില്ല. അത്രമാത്രമാണ് ബാടവ അനലൻ അഗ്നി. അനലൻ തീയാണ്, അതിന് സമനാണ്. സമുദ്രം വെള്ളമാണല്ലോ, സമുദ്രത്തിന് അത് അഗ്നി തുല്യനാണ്. സമുദ്രത്തിലെ അഗ്നിക്ക് തുല്യൻ. അതാണ് ക്രുദ്ധനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ക്രോധം വന്നാൽ ആരാലും ശമിപ്പിക്കാൻ പറ്റത്തില്ല. അതിനാ അങ്ങനെ ഉദാഹരണം കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തെ, എൻ്റെ ദേഷ്യത്തെ മാറ്റാൻ എത്ര പ്രാർത്ഥിച്ചാലും പറ്റിയില്ല. ദശരഥ മഹാരാജ പ്രാർത്ഥിച്ച് നോക്കി, പക്ഷേ പറ്റുന്നില്ല. അതാണ് ക്രുദ്ധനായി പരശു ബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്ന് നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാത്വസം വീണ് നമസ്കാരവും ചെയ്താൻ. അപ്പോൾ ക്രുദ്ധനായി വന്നതുകൊണ്ടും കൈകളിൽ ബാണാസനങ്ങൾ പരശുമൊക്കെ ഉള്ളതുകൊണ്ടും ഭയന്നിട്ട് എന്ത് ചെയ്തു? പദ്ധതി മധ്യേ വന്ന് നിന്നപ്പോൾ, ആ വഴിമധ്യേ പരശുരാമൻ വന്നപ്പോൾ ദശരഥ മഹാരാജാവ് കാരണം നേരത്തെ ചോദിച്ചു, എന്താ ശകുനം, ഈ നിമിത്തം നിമിത്തം വന്നല്ലോ, അതെന്താ? അല്പ ഭയക്കേണ്ടതുണ്ട്. അതും കൂടെ കേട്ടപ്പോൾ, ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഇദ്ദേഹത്തെ കാണുകയും ചെയ്തപ്പോൾ, അതും പരശു കയ്യിലുണ്ട്, ബാണാസനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദശരഥ മഹാരാജന് ഒരു ഭയം അങ്ങ് കൂടി. ഈ ഭയം വന്നപ്പോൾ എന്ത് വന്ന്? അങ്ങനെ ഭയന്ന് അദ്ദേഹത്തിൻ്റെ പദ്ധതി മധ്യേ വന്ന് നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാത്വസം വീണ്, അവിടെ പാദത്തിൽ വീണ് ഭയപ്പാടോടെ അങ്ങ് വീണ് അദ്ദേഹം നമസ്കരിക്കുക ചെയ്തത് രാജാവ് ദശരഥൻ. അങ്ങനെ നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു. മറ്റുള്ള ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ കൂടെയുണ്ട്. 4 ആമക്കളും അവരുടെ ഭാര്യമാരും 3 മാതാക്കളും പിന്നെ ഗുരുപത്നി, അങ്ങനെ അമാത്യന്മാർ, ദാസന്മാർ, മന്ത്രിമാർ, ഇവരൊക്കെ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത മട്ടിൽ ഇങ്ങനെ മന്ദീഭവിച്ച് ബുദ്ധി കെട്ടുപോയി അങ്ങനെ നിന്നു. എന്നിട്ടോ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തി രഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. അദ്ദേഹം ദശരഥ മഹാരാജാവ് എന്ത് ഭക്തിയോടുകൂടി ഇദ്ദേഹത്തിനെ
അങ്ങ് പ്രാർത്ഥിച്ച് ഭക്തിയാ കീർത്തിച്ചും പ്രാർത്ഥിച്ചും പലതരത്തിൽ അദ്ദേഹം നോക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കോപം അടക്കാൻ. എന്നിട്ടോ എങ്ങനെയാ ദശരഥ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത്? കാർത്തവീര്യാരേ പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. മാർത്താണ്ഡകുലമാണല്ലോ ഈ ദശരഥ മഹാരാജ, അർക്കകുലം, സൂര്യകുലം. അതുകൊണ്ട് ഈ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ, രക്ഷിക്കണമേ, ഈ നമ്മുടെ എല്ലാവരെയും ഈ കുലങ്ങളെ രക്ഷിക്കണമേ. കാരണം എന്താ, ഇവിടെ ക്ഷത്രിയകുലത്തോട് ഇദ്ദേഹം ദേഷ്യമുണ്ട്, ക്ഷത്രിയന്മാരോട്. അതുകൊണ്ട് കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞ ആളിനെ വധിക്കുന്ന അവിടെ ഒരു പ്രത്യേക വേറൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. ഈ ജമദഗ്നി മഹർഷിയുടെ മകനാണ് ഈ പരശുരാമൻ, രേണുകയുടെയൊക്കെ മകനാണ്. ജമദഗ്നി മഹർഷിയെ ഈ കാർത്തവീര്യൻ്റെ മക്കളൊക്കെ കൊന്നു കളഞ്ഞ് അതിൻ്റെ ദേഷ്യങ്ങളാണ് ഇത്. കടുത്ത ദേഷ്യമുണ്ട്, ക്രോധമുണ്ട്. അതുകൊണ്ട് ആ കുലത്തിൽ ആരൊക്കെ വന്നാലും അവർക്കെല്ലാം ഈ പാപം ആണ് അദ്ദേഹത്തെ മനസ്സിലുണ്ട്. അവരുടെ മക്കളെ അവരോടെല്ലാം ഈ കോപമുണ്ട്. ആര് ഒരുത്തനായിരിക്കും തെറ്റ് ചെയ്യുന്നത്, പക്ഷെ എല്ലാവർക്കും അത് പിടിപെടും. ഒരു രോഗം, ഒരു പനി ഒരാൾക്ക് വന്നാൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവരെ സഹകരിക്കുന്നവരൊക്കെ ആ പനി വരുത്തില്ലയോ, ഒരു രോഗങ്ങൾ, അത് ഇങ്ങനെയുള്ള പനികൾ. അതുപോലെ തന്നെയാണ് ഒരുത്തന് പനി അവിടെ ദുഷ്ടത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എല്ലാവർക്കും ഇത് അനുഭവിക്കേണ്ടി വരും, ആ ദോഷം. അതാണ് ഇവിടെ പറയുന്നത്. മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയകുലത്തിലെ അന്തകനാണ് പരശുരാമൻ. 21 വട്ടമാണ് അവരെ വധിച്ചത്, ഓരോ പ്രാവശ്യം വീതം. ഇതുള്ള കാരണം കൊണ്ട് അത് ഒരു കഥയാണ്. അത് ഞാൻ നാരായണത്തിൽ നല്ലാതെ വായിച്ച നാള്. എനിക്കല്ലാതെ ഈ കഥകളൊന്നും അറിയത്തില്ല. അപ്പോൾ ആകെ ഇങ്ങനെ വായിക്കുന്നല്ലാതെ കഥയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വായിച്ചു തുടങ്ങിയത്. ഇങ്ങനെ ഈ യൂട്യൂബ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പരമാത്മാവിനെ അറിയുന്നതിന് ഏതായാലും ഒന്ന് മതി, ഇതെല്ലാം വേണമെന്നില്ല. ഈ കഥകളൊക്കെ അറിയണമെന്നവർക്ക് ഇതൊക്കെ വേണം. അല്ലാതെ ഈശ്വരനെ അറിയാൻ ഏതെങ്കിലും ഒരേ ഒരു സത്ത് മതി. അതിൻ്റെ സത്ത് ഏതിലുണ്ടോ അത് മതി. അത് ഭാഗവതം പോലെ വേറെ എന്താ ഉള്ളത്? അത് മാത്രം മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഇപ്പോഴാണ് മക്കളൊക്കെ ഇങ്ങനെ ഓരോ നിലത്ത് വായിക്കണം, അമ്മയെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എടുത്തത് എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും എനിക്കും അറിയാമല്ലോ. അപ്പോൾ ക്ഷത്രിയത്തിൻ്റെ കാലനാണ്, ക്ഷത്രിയകുലത്തിലെ കാലൻ പരശുരാമൻ. അങ്ങനെയുള്ള ക്ഷത്രിയ അന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭു. രേണുകയുടെ മകനി ജമദഗ്നിപുത്ര, എന്നെ രക്ഷിക്കൂ എന്നാണ് ഇവിടെ ഈ കുലം, മാർത്താണ്ഡകുലം രക്ഷിക്കൂ. അങ്ങനെയാണ് പരശുരാമനോട് പ്രാർത്ഥിക്കുന്നത്. ആരാണ്? ശ്രീരാമഭഗവാന്റെ അച്ഛൻ, പിതാവ് ദശരഥ മഹാരാജാവ്. പരശുപാണി പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പരമശിവൻ്റെ പ്രിയനാണ്, ശിഷ്യനാണ് പരശുരാമൻ. അതുകൊണ്ട് പരമേശ്വരപ്രിയ പരശുപാണി, കൈകളിൽ പരശുള്ളവനെ, പരിപാലയ കുലം, എൻ്റെ കുലം രക്ഷിക്കൂ. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ കാർത്തവീര്യൻ്റെ ഇത് കാരണം, പിതാവിനെയൊക്കെ കൊന്നത് കാരണം പാർത്ഥിവ സമുദായ ക്ഷത്രിയകുലത്തിൽ, അർജുനൻ ക്ഷത്രിയകുലത്തിലല്ലേ, അതുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട അവിടെയുള്ള ആൾക്കാരുടെ രക്തം കൊണ്ട് തീർത്ഥം ജലമായി, രക്തമാണ് അവിടെ ജലം, കുളിക്കുന്നതിന് പകരം. അങ്ങനെ ആ സമുദായത്തിൽ പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്തയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. കാരണം പിതാവിനെ കൊന്നപ്പം പിതാവ് പിതൃവായി മാറിയില്ലയോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ എന്തൊരു തീർത്ഥത്തിൽ കുളിച്ചു? രക്തതീർത്ഥത്തിൽ. ആ ജനങ്ങളെല്ലാം കൊന്നപ്പോൾ അതെല്ലാം രക്തമായി, അവിടെ പുഴയായി മാറി. അതിലൊക്കെയാണ് ഈ അത്രമാത്രം എന്താ പറയുക, ഉള്ളിൽ ക്രോധമുള്ള ആളാണ് പരശുരാമൻ. അതൊന്നും ഞാനിത് മനസ്സിലാക്കുന്നത് വായിച്ചിട്ടല്ല, ആരും പറഞ്ഞെന്നറിഞ്ഞല്ല. ഇതിനകത്ത് വായിക്കുന്നവർ നമുക്ക് മനസ്സിലിങ്ങനെയൊക്കെ അറിയാം കുറേശ്ശൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടോ ഇത്രയും രക്തത്തിൽ തന്നെ കുളിക്കുന്നു പറഞ്ഞാൽ നമ്മളെ കൊണ്ടാണ് നടക്കുന്നൊരു കാര്യമാണോ? അപ്പോൾ അത്രമാത്രം വൈരാഗ്യം, പിതാവിനെ കൊന്നതിൻ്റെ ദേഷ്യങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലേ. 21 വട്ടം ആ അമ്മ രേണുക എത്ര തവണ 21 വട്ടം എങ്ങാണ്ടാണ് ആ പിതാവിനെ ഓർത്ത് ദുഃഖിച്ച് കരയുന്നത്. ആ സമയമെല്ലാം ഈ മകൻ കേട്ടോണ്ടെന്ന് പറഞ്ഞാൽ അത്ര 21 വട്ടം എൻ്റെ അമ്മ അങ്ങനെ ചെയ്തെങ്കിൽ 21 വട്ടം ഞാൻ അവരെ നശിപ്പിക്കും ഓരോ തവണയായിട്ട്. അപ്പോൾ ആ കുലം നശിച്ചില്ലേ. അതുപോലെ ധാരാളത്തെ ഞാൻ വായിച്ചതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്, എനിക്കല്ലാതെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. പിതൃക്കളെ മൊത്തവും
അങ്ങനെ തർപ്പണം ചെയ്തു. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, അങ്ങനെ കാത്തുകൊള്ളുക, ഞങ്ങളെ കാത്തു രക്ഷിക്കൂ. ഇനി അതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇവരെ വല്ലതും ചെയ്യുമെന്ന് ഭയന്നിട്ട് ദശരഥ മഹാരാജ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, ശുക്രകുലത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഭൃഗുകുലം. അതുകൊണ്ടാണ് ഇത് ഭൃഗുപതേ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്, പരശുരാമനെ. കാൽത്തളിരിണ തവ ശരണം മമ വിഭോ, എനിക്ക് അങ്ങയുടെ പാദമേ തവ ശരണമാണ്, എനിക്ക് അങ്ങല്ലാത്ത അങ്ങയുടെ പാദമാണ് എൻ്റെ ശരണം. മമ വിഭോ, ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ, അതാണ് സമുദ്രത്തിലെ അഗ്നിക്ക് തുല്യൻ. ഇവിടെ ഇത്രമാത്രം സമുദ്രജലം പോലെയാ പ്രാർത്ഥിച്ചത്. ഇങ്ങനെയല്ല വേദന, ദശരഥ മഹാരാജ് എന്നെപ്പോലല്ല എത്ര വേദനിച്ചാ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തൊണ്ടയെന്ന് വരുന്നത് എനിക്ക് എന്നെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വയ്യ. പക്ഷേ അത്രത്തോളം ആത്മാവിൽ നിറഞ്ഞ് ഭക്തിപൂർവ്വം അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ബഹുമാനപൂർവ്വം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ആദരിച്ചില്ല എന്നുള്ളത്. അത്രയും ഒരു രാജാവ് ഇത്രയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. അതുകൊണ്ട് ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം, എന്നിട്ട് അത്രമാത്രം രോഷം കൂടുക ചെയ്ത്, വന്നി അതായത് അഗ്നിജ്വാല പൊങ്ങുക, ക്രോധം അത്രമാത്രം ജ്വലിച്ചു കയർന്ന്. അങ്ങനെ ബദ്ധരോഷേണ അദ്ദേഹം പ്രാർത്ഥന ഒന്നും ആദരിച്ചില്ല ഈ പരശുരാമൻ. ബദ്ധരോഷണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാഹ്ന അർക്കമണ്ഡലം പോലെ ദീപ്തിയ, അതായത് വക്രവും അദ്ദേഹത്തിൻ്റെ വക്രം വായോ മുഖവും ഒക്കെ മധ്യാഹ്ന അർക്കമണ്ഡലം പോലെ ദീപ്തിയ, പിന്നെ വക്രം വാ കൊണ്ട് സംസാരിക്കുന്നത് അത്രമാത്രം ഊക്കാണ്. ഉച്ച സമയത്ത് ആദിത്യൻ്റെ ചൂടോടുകൂടി നിൽക്കുന്ന ആ ആദിത്യ ഭഗവാൻ അർക്കമണ്ഡലം ദീപ്തിയ, നമുക്ക് നോക്കാനോ വല്ലതും പറ്റുമോ? ആ സമയത്ത് നട്ടുച്ച സമയത്ത് 1 മണിക്കുള്ള സമയത്ത് സൂര്യഭഗവാനെ നോക്കാൻ പറ്റുമോ? ദീപ്തിയാ നിൽക്കുമല്ലയോ, ആ ചൂടത്ത് നമുക്ക് കണ്ണ് നോക്കാൻ പറ്റുമോ? അതുപോലെ വക്രം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്രീരാമനോട് അരുളി ചെയ്യുന്നത് എന്താ? വക്രവും മധ്യാഹ്ന അർക്കമണ്ഡലം പോലെ ദീപ്തിയ, അത്രമാത്രം ശക്തിയേറിയ തീജ്വാല പോലെ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തതിനാൽ ആദരിക്കാതെ തന്നെ രോഷം വർദ്ധിച്ചിട്ട് ശ്രീരാമ ഭഗവാനോട് പറയുന്നു ഇദ്ദേഹം. ആ പിതാവ് ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയോ ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല, ആദരിച്ചതുമില്ല. എന്നാൽ ശ്രീരാമനോട് പറയുന്നു, ഞാൻ ഒഴിഞ്ഞുണ്ടോ? ഇങ്ങനൊന്നുമല്ല, ആ ദീപ്തി എങ്ങനെ ആദിത്യഭഗവാൻ ഉച്ച സമയത്ത് നിൽക്കുന്ന അത്തേ ഊക്കെന്ന് പറഞ്ഞാൽ എന്താ? അത്ര കാഠിന്യമായിട്ടാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന വായിൽ കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിൽ എങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ ഈ വില്ലിങ്കൽ നിനക്ക് ഏറ്റവും വല്ലഭമുണ്ടല്ലോ കേൾ. നിനക്ക് വില്ല് ധനുസായിട്ട്, ഈ വില്ല് കൊണ്ട് ഭയങ്കര സാമർഥ്യം ഉണ്ടല്ലോ നിനക്ക്. അതായത് ശൈവശാപം എടുത്ത് മുറിച്ചാണല്ലോ, വില്ല് കുലച്ച് മുറിച്ചാണല്ലോ സീതയെ കല്യാണം കഴിച്ചത്. അപ്പോൾ അത്രമാത്രം സാമർഥ്യം പ്രാഗൽഭ്യം നിനക്കുണ്ടല്ലോ. എന്നാൽ നീ ഇവിടെ നിൽക്കൂ, ഈ വില്ല് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്ക് ഏറ്റവും വല്ലഭമുണ്ടല്ലോ കേൾ. അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. നീയല്ലോ ബലാൽ ശൈവശാപം ഖണ്ഡിച്ചത്. എൻ്റെ കയ്യിലുണ്ട് ഒരു ശാപം, വൈഷ്ണവ മഹാസാരം. നീ ശൈവശാപം, ശിവൻ്റെ ശാപം ഖണ്ഡിച്ചാണല്ലോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചത്. നീയല്ലോ ബലാൽ ശൈവശാപം ഖണ്ഡിച്ചു. നീ നന്നായി ശിവൻ്റെ ശാപം നീ ഖണ്ഡിച്ചല്ലോ. എന്നാൽ എൻ്റെ കയ്യിലുണ്ടൊരു ശാപം, ധനുസ് വില്ല്, അത് വൈഷ്ണവമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശാപമാണ് വൈഷ്ണവ ശാപം. അത് മഹാസാരം. ക്ഷത്രിയകുലജാതനാകും നീ ഇതുകൊണ്ട് സത്രം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. നീ അതുകൊണ്ട് ഈ മഹാസാരം, ആ വൈഷ്ണവ ശാപം കൊണ്ട് ക്ഷത്രിയകുലത്തിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ ഇതുകൊണ്ട് സത്രം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് കൊണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്ന് ധരിച്ചാലും, അങ്ങനെ നീ ഈ വെല്ലെടുത്ത് നീ പ്രയോഗിക്കാതിരുന്നാൽ കൂട്ടത്തോടെ, ഇവിടെ എത്രമാത്രം ആളുകൾ നിൽപ്പുണ്ട്, ഇത് കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്ന് ധരിച്ചാലും എനിക്ക് ഒരു വിഷമവും കൊന്നിരിക്കും, വധിച്ചിരിക്കും എല്ലാവരെയും എന്ന് ഇങ്ങനൊന്നും അല്ല പറയുന്നത്. മധ്യാഹ്ന അർക്കൻ്റെ ആ മധ്യാഹ്നത്തിൻ്റെ ഊക്കനുസരിച്ചാണ് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്രമാത്രം എന്താ പറയുക, രോഷവും അത് അത്രമാത്രം ക്രോധത്തോടെ ശ്രീരാമനോട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഭഗവാൻ തെറ്റൊന്നും ചെയ്തിട്ടല്ല, ഭഗവാൻ ആ കുലത്തിൽ ജനിച്ചു പോയി. നമ്മളാര് അവിടെ ഇനി ജനിച്ചാലും അദ്ദേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഇതുപോലെ തന്നെ ആരോ എന്നോ ചെയ്ത കൂട്ടത്തിന് എത്ര നാൾ ജനിച്ചാലും അവിടെ ആ കുലത്തിൽ വന്നാൽ അവരോടൊക്കെ ഇത് തന്നെ ചെയ്യുന്നത്. അതിൽ ഒരാളൊരു തെറ്റ് ചെയ്താൽ അതിനോടൊപ്പം നിൽക്കുന്നവരെല്ലാം അതിൻ്റെ പാപം
പെറുക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞു. എന്താ നീ നീ നില്ല അരക്ഷണം എന്നോട്, പരശുരാമനോട് യുദ്ധം ചെയ്യാൻ ശ്രീരാമനോട് പറയുന്നു. നീ ക്ഷത്രിയകുലത്തിൽ പിറന്നവനാണെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യും. അരക്ഷണം വില്ലിങ്കൽ നിനക്ക് ഏറ്റവും വല്ലഭമുണ്ടല്ലോ, അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. നീയല്ലോ ബലാൽ ശൈവശാപം ഖണ്ഡിച്ചത്. എന്നാൽ എൻ്റെ കയ്യിലുണ്ടൊരു ശാപം, വൈഷ്ണവ മഹാസാരം. ക്ഷത്രിയകുല ജാതനാകിലും നീ ഇതുകൊണ്ട്, അതായത് ഈ വില്ലുകൊണ്ട്, വൈഷ്ണവ ശാപം കൊണ്ട്, മഹാവിഷ്ണുവിൻ്റെ ഈ ശാപം വില്ലുകൊണ്ട് സത്വരം ഇല്ലെങ്കിൽ, ഇതുകൊണ്ട് പ്രയോഗിച്ചില്ല എങ്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ ഞാൻ യുദ്ധം ചെയ്യും. അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് കൊണ്ട് ഇല്ല, സന്ദേഹം എനിക്കെന്ന് ധരിച്ചാലും ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ ചെയ്തിരിക്കും. നീ ഇത് ഈ വില്ലുകൊണ്ട് നീ പ്രയോഗിക്കണം. ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായി ഈ വില്ലും ഈ പരശുരാമൻ്റെ തേജസ്സും മൊത്തവും ത്രേതായുഗത്തിൽ ഞാൻ അവതരിക്കും ശ്രീരാമനായിട്ട്, അന്നിതെല്ലാം അവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ. ഇതെല്ലാം അവിടെ ഏൽപ്പിക്കും, അതിനാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ ദേഷ്യം ഉള്ളിലുണ്ട്. ഭഗവാൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് തപസ് ചെയ്തു ഈ പരശുരാമൻ. അപ്പോൾ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ അവതരിച്ച് പറഞ്ഞു, ഞാൻ ത്രേതായുഗത്തിൽ വരും, അന്ന് നമുക്കൊന്നിച്ച് കാണാം, ശ്രീരാമനായിട്ട് വരും. അപ്പോൾ ഈ വില്ലും ആ തേജസ്സോടുകൂടി, വൈഷ്ണവ തേജസ് മൊത്തവും ആരേൽപ്പിക്കണം? ശ്രീരാമന്. അതുകൊണ്ടുകൂടെയാണ് ഇത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ ദേഷ്യം കാണിക്കുന്നതല്ല, ആ കുലം പണ്ട് ചെയ്തതിൻ്റെ ദോഷം. പക്ഷേ ഇത് യഥാർത്ഥം ശ്രീരാമനെ എത്രത്തോളം മനസ്സിലാക്കിയ ആൾ, ഇത് വെല്ലുന്ന ആളാണെന്ന് മനസ്സിലാക്കുമ്പം താഴെ വരും. അതുപോലെ ഇത്രയും മുതിർന്ന് മുമ്പോട്ട് എടുക്കുന്നതൊക്കെ അതൊക്കെ താഴെ അസ്തമയം. അതാ ആദ്യം കുറച്ച് ഭയക്കണം, പിന്നെ സന്തോഷം, ഭയം ഇല്ലാതെ വരുന്ന ആചാര്യൻ പറഞ്ഞല്ലോ, അരനിമിഷത്തേക്കുള്ളൊരു പ്രയാസം, ഒരു ഭയം, അത് പോകുമ്പോൾ അഭയമാവും, പേടിയില്ലാതെ വരും, എല്ലാം കീർത്തിയാകും. അത് നേരത്തെ കുട്ടി അറിയാതെ ഇതാ കാരണം. ഇവിടെ സംഭവം ഇതനാ വന്നേക്കുന്നത്. അപ്പോൾ ക്ഷത്രിയകുല അന്തകൻ ഞാനെന്നത് അറിഞ്ഞില്ലേ? എന്നിട്ടും ചോദിക്കുകയാണ്, ഞാൻ ക്ഷത്രിയ കുലത്തിൻ്റെ അന്തകനാണെന്ന് നീ അറിഞ്ഞില്ലേ? ശ്രീരാമനോട് ചോദിക്കുക. ക്ഷത്രിയകുലത്തിലെ അന്തകൻ വെച്ചാൽ അത് മൊത്തത്തോടെ മൂളോടെ മുടിപ്പിച്ച് കളയാനും വധിച്ചു കളയാനുള്ള അന്തകനാണ് ഈ പരശുരാമൻ. കാരണം ഈ പിതാവിനെ വധിച്ചതിൻ്റെ പേരിൽ. അവിടെ ക്ഷത്രിയകുല അന്തകൻ ഞാൻ എന്നത് നീ അറിഞ്ഞില്ലേ ശ്രീരാമ? ശത്രുത്വം തമ്മിൽ പണ്ടുപണ്ടേ ഉണ്ടെന്ന് ഓർക്ക നീ. ഇതിനു മുന്നേ തന്നെ പണ്ടുപണ്ടേ നമ്മൾ തങ്ങളിൽ ശത്രുത്വം ഉണ്ട്, ശ്രീരാമ എന്നെ അവതരിച്ച കുലത്തിൽ. അതുകൊണ്ട് രേണുകാത്മജൻ ഏവം പറഞ്ഞോരനന്തരം, ഇങ്ങനെ രേണുകയുടെ മകനാണല്ലോ പരശുരാമൻ, ഇങ്ങനെ പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്ന് വിറച്ചു ഗിരികളും. അത്രയാണ് ആദിത്യ ഭഗവാൻ നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അതേ അത്രമാത്രം വീരസ്യത്തോട് ജ്വലിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? ആ വാക്കിനോടൊപ്പം തന്നെ ക്ഷോണി, ഭൂമിയും പാരമൊന്ന് വിറച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് അത്ര ഊക്കുണ്ട്, അത്രമാത്രം ഗാംഭീര്യമുണ്ട്. അതുകൊണ്ട് ഭൂമിയും ഒന്ന് പാരമൊന്ന് വിറച്ചു. ഗിരികളും, അത് മലകളോ പർവ്വതങ്ങളോ അതും അതിനോടൊപ്പം. എന്നിട്ടോ അത് മാത്രമോ, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞ് ദിക്കുകളും. ഇത് അപ്പോഴും അവിടെ അന്ധകാരമായി, കൂരിരുട്ടായി. അത്രമാത്രം വീരസത്വം കൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് അവിടെ മൊത്തവും, കാരണം ഭൂമി വിറച്ചു. അപ്പോൾ അവിടെ അന്ധകാരം കൊണ്ട് അവിടെ എല്ലാം അങ്ങ് ദിക്കുകൾ കാണാമയതായി. സിന്ധുവാരി ഒന്ന് കലങ്ങി മറിഞ്ഞ്, സമുദ്രം പോലും ഒന്ന് കലങ്ങി മറിഞ്ഞ്. കാരണം ഭൂമി ഒന്ന് ഇളകിയപ്പോൾ വെള്ളം ഒന്ന് കുലുങ്ങും. സിന്ധു വാരി ഒന്ന് കലങ്ങി മറിഞ്ഞതു. എന്തൊന്നു വരുന്നതെന്ന് ഓർത്ത് ദേവാദികൾ, അപ്പോൾ ദേവന്മാരെല്ലാം ഇതെന്താ സംഭവം? ഭൂമിയും കുലുങ്ങുന്നു, സമുദ്രവും ഇളകി കലങ്ങി, അന്തരീക്ഷം മൊത്തം അന്ധകാരമായി, എന്താ സംഭവം എന്നിങ്ങനെ ദേവന്മാരെല്ലാം, ദേവാദികളും ചിന്ത പൂണ്ട് ഉഴന്നിതു. താപസവരന്മാരും മഹർഷിമാരും മുനികളും എല്ലാം ചിന്ത പൂണ്ട്, എന്താ സംഭവം, ഇതെന്ത് പറ്റി? ഇവിടെ ലോകം എല്ലാം ഒന്ന് കുലുങ്ങിയല്ലോ, ഭൂമിയും കുലുങ്ങി, അന്ധകാരം കൊണ്ടെന്ന് ഒരു വല്ലായ്മ ആയല്ലോ, ഇരുട്ട് കയറിയല്ലോ. പങ്ക്തി സന്തനൻ ഭീതി കൊണ്ട് വേപത് പൂണ്ടു. അപ്പോഴത്തേക്ക് ദശരഥ മഹാരാജാവാണ് പങ്ക്തി സന്തനൻ. ഭയം കൊണ്ട്, ഭീതി കൊണ്ട്, വേപത് കൊണ്ട് വിറച്ചു. സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. ബ്രഹ്മാവിൻ്റെ പുത്രനായ വൈഷ്ണവമഹാമുനിക്കും അത് ആചാര്യനും വിഷമമുണ്ടായി, സന്താപം വന്നു. മുക്തഭാവവും പൂണ്ട് രാമനാം കുമാരൻ എന്ത് ചെയ്ത്? ശ്രീരാമൻ മുക്തഭാവവും പൂണ്ട് എന്നുവെച്ചാൽ ഒരു മൂഢഭാവം. ഇതൊക്കെ അങ്ങ് വലിയ വലിയ ആൾക്കാരാണല്ലോ പരശുരാമൻ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നാൽ ഒന്നും അറിയാത്തൊരു മൂഢനെ പോലെ ശ്രീരാമൻ നേരെ ഓപ്പോസിറ്റായി. താഴെ എന്ന് വെച്ചാൽ എനിക്കിതൊന്നും അറിയത്തില്ലേ രാമനാരായണ എന്നുള്ള ചിന്തയിൽ ഞങ്ങളൊക്കെ ഇങ്ങനത്തെ കൊച്ചുങ്ങളല്ലേ, കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ
പറയുവാണ്. ഇത്രയും ഗാംഭീര്യടുത്ത് പരശുരാമൻ്റെ കൂടെ പറയുന്ന ശ്രീരാമൻ പറയുന്ന വാക്കാണ് മുക്തഭാവവും അത് മൂഢഭാവം. എന്നുവെച്ചാൽ ഇതിന് ചിന്തിക്കുന്ന രീതിയിലല്ല, എളിമ, അത്രമാത്രം ഒന്നും അറിവില്ലാത്തതുപോലെ. അതാണ് എന്താ പറയുന്നതിന് മൂഢഭാവം. അതാണ് മുക്തഭാവവും കൊണ്ട് രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോട് അരുളി ചെയ്തു. ഇത്തരം ദേഷ്യം നിൽക്കുന്ന പരശുരാമനോട് പറയുന്നു, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ, ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങളോടിങ്ങനെ തുടങ്ങിയാൽ നിങ്ങളെല്ലാം പ്രൗഢന്മാരാണ്, മഹാനുഭാവന്മാരാണ്, പ്രൗഢാത്മാക്കളാണ്, വല്ലാതെ അതാ മുക്തഭാവം. ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം ഞങ്ങൾ എന്ത് തുറ്റാ ചെയ്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ, ഇത്രയും കൃത്യഭാവത്തിൽ ഞങ്ങളോട് തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തെന്നുള്ളത് തപോനിധ, ഞങ്ങൾക്ക് ആരാണ് ആശ്രയം, അതെന്താ തപോനിധ അത് ചിന്തിക്കാത്തത്? ഇങ്ങനെ ഇത്രയും ഗാംഭീര്യത്തോടുകൂടിയും മഹാനുഭാവന്മാരായിരിക്കുന്ന പ്രൗഢാത്മാക്കളായിരിക്കും നിങ്ങളിങ്ങനെ ഈ സാധു കുഞ്ഞുങ്ങളോട് ഈ കുട്ടികളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ആരാ ഒരാശ്രയം, എന്താ അതിനകത്തുള്ളത് തപോനിധി എന്ന് പറയുന്നു. അതാ മുക്തഭാവം എന്ന് പറയാം. അതേസമയം അദ്ദേഹത്തിനൊക്കെ വീരസ് എടുക്കാൻ വയ്യായിട്ടാണോ ശ്രീരാമന്? പക്ഷെ ഭഗവാൻ തനി സാക്ഷാൽ പരമാത്മാവാണ്. അതുകൊണ്ടാണ് ക്ഷമയാണല്ലോ ഭഗവാന് ഏറ്റവും വലുത്. നാരായണനായാലും കൃഷ്ണനായാലും ഏത് അവതാരം എടുത്താലും മറ്റത് ഭഗവാന്റെ അവതാരം, പരമാത്മാവിൻ്റെ അവതാരം, പക്ഷേ ഇത്രത്തോളമുള്ള രീതിയല്ല. അത് എത്രയോ അവതാരങ്ങളുണ്ട്, അതിലൊരു അവതാരം. ഒരുപാട് അവതാരമുണ്ട്, നമ്മളൊക്കെ ഓരോ അവതാരങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്കും ഉണ്ട് അംശാംശം. പരമാത്മാൻ്റെ അംശങ്ങളില്ലെങ്കിൽ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കത്തില്ലല്ലോ, നമ്മളിങ്ങനെ മിണ്ടാൻ നോക്കത്തില്ലല്ലോ, നമ്മൾ ജഡമായി പോകത്തില്ലേ? ആ ശക്തി നമ്മളിലും ഉണ്ടല്ലോ. അതുകൊണ്ട് ആശ്രയം അവർക്ക് എന്തെന്നുള്ളത് തപോനിധി. സ്വാശ്രമകുല ധർമ്മം എങ്ങനെ പാലിക്കുന്നു? സ്വന്തം ആശ്രമകുല ധർമ്മം എങ്ങനെ പാലിക്കുന്നു? നെന്തിരുവടി തിരുവുള്ളത്തിൽ ഏറുന്നത് ഇനി അന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ചാൽ. ഇങ്ങനെയെല്ലാം താഴ്മയോടുകൂടി സ്വന്തം ആശ്രമങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്, പാലിക്കുന്നത്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആകുമ്പം ഭഗവാൻ അങ്ങനെ ഒരു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ച്, അതുകൊണ്ട് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ? അത് ഞങ്ങൾക്ക് അറിവില്ലല്ലോ മഹാത്മാവേ എന്ന മഹാനുഭാവന്മാരും പ്രൗഢാത്മാക്കളായിട്ടാണ് സംബോധന ചെയ്യുന്നത് പരശുരാമനെ. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാവിനോട് പറയുന്നു, അന്ധനായിരിപ്പ്, ഒരു വെളിവില്ലാതെ ഒന്നും അറിവില്ലാത്ത അന്ധനാണ്, അറിവില്ലാത്തവരാണ് ഈ ബാലന്മാർ. എന്നുവെച്ചാൽ ശ്രീരാമനും ഭരതനും കുട്ടികളെല്ലാവരും ഒരു വിവരമില്ലാതെ ഒന്നും അറിവില്ലാത്ത അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. സമയം പോയി, ഓർത്തില്ല. 25 മിനിറ്റ് ഞാൻ കണ്ടതാണ്, പക്ഷെ പെട്ടെന്ന് നിർത്താമെന്ന് കരുതി, പക്ഷെ പിന്നങ്ങ് മറന്നു പോകും. അതുകൊണ്ട് എല്ലാവർക്കും ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി എന്നാ വായിക്കുന്ന അറിയാൻ വയ്യ. ആവുമെങ്കിൽ ഇടാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എന്താ പറയാനാ, ഓണാശംസകൾ. എല്ലാവർക്കും സുഖം ഭവിക്കണം, ആത്മാവിൽ നിറയണം, ആനന്ദലഹരിയിൽ മുഴുകണം, പരമാത്മാവിൽ ലയിക്കുക, അതാണ് ആനന്ദം. അത് നല്ല കാര്യങ്ങൾ, നല്ല ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കുമ്പോൾ സന്തോഷവും ആനന്ദവും ഉണ്ടാവും. നല്ല ഭക്തിപരമായ കീർത്തനങ്ങൾ പാടണം. അങ്ങനെ വെച്ചാൽ, ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ, ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. അതിലോട്ടങ്ങ് ലയിക്കണം. അങ്ങനെ എനിക്ക് സൗണ്ടിൽ അടയ്ക്കുന്നുണ്ട് കാണാൻ ഒക്കത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.